माहिया माहिया मेरे माहिया मेरे माहिया ആയിഷുകുട്ടി, ശോഭമ്മയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാട്ടോ. സർപ്രൈസ്! ഏട്ടനെ കണ്ടപ്പോ ഏട്ടത്തീനെ മറന്നോ? ഏട്ടത്തി മേമേനെ കാണാൻ വന്നിരിക്കാണോ? നിങ്ങളൊക്കെ നല്ലോണം ഞാൻ മിസ് ചെയ്തു. ഞങ്ങളും എപ്പോഴാ വന്നേ? ഞങ്ങൾ വന്നിട്ട് 1 മണിക്കൂറായി. നിന്നെ വീട്ടിൽ നോക്കിയപ്പോ കണ്ടില്ല, അതാ പിന്നെ നേരെ ശോഭമ്മയുടെ അടുത്തേക്ക് വന്നേ. ഹലോ, ഹായ്. നിങ്ങൾ കൺമണിയുടെ ഏട്ടനും ഏട്ടത്തിയാണോ? കൺമണി നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മോളുടെ പേരെന്താ? എന്റെ പേര് ആയുഷി. എന്റെ പേര് മീരാന്നല്ലേ? മോൾക്ക് എങ്ങനെ അറിയാം? കൺമണി എപ്പോഴും പറയും. ആരോ? കാർത്തിക. കൺമണി, ഇതാണോ നീ പറഞ്ഞ ആള്? അവൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു ചോദ്യം വരുമെന്ന്. ചുറ്റിലും എന്താ നടക്കുന്നതെന്നൊരു അറിവ് പോലും ഇല്ലാത്ത അറിവിനെ കൺമണി ഒന്ന് നോക്കി. എന്താ പറയാ? ഒന്ന് പറയണോ അല്ലാന്ന് പറയണോ? അല്ലാന്ന് പറഞ്ഞ ഈ വീട് ചെക്കനെ നോക്കൂ. പറയടാ. ഏട്ടത്തി, കാർത്തി, ഇതാ ആ കൺമണി പറഞ്ഞ ആള്. ചുറ്റിനും എന്താ നടക്കുന്നതെന്ന് ആരുവിന് ഒരു ക്ലൂ ഇല്ല. എല്ലാവരും അവനെ നോക്കി ഒരു ആംഗ്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. എത്ര നേരമായി ഇരുന്ന് സംസാരിക്കുന്നേ? വാ, ഇനി കുറച്ച് ഇരുന്ന് സംസാരിക്കാം. വരൂ. കാർത്തിയുടെ പിന്നാലെ പോവാൻ നിന്ന ആരവിനെ കൺമണി പിടിച്ചു നിർത്തി. എന്തു പറ്റി? ആരവേ, ഞാനൊരു നുണ പറഞ്ഞു. കള്ളോ? എന്ത് കള്ളം? എന്റെ ഏട്ടനോട് ഏട്ടത്തിയോട്
നിങ്ങൾ എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നേ. അത് ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഒന്ന് കഴിഞ്ഞോട്ടെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പ്ലീസ്. ഇവളെ കൊണ്ട് ആന്റി, ആന്റിയുടെ വയറ്റിൽ ഉണ്ണയുണ്ടോ? ഉണ്ടല്ലോ. എപ്പോ വരും? ഒരു 5 മാസം കഴിഞ്ഞേ വരൂ കേട്ടോ. മോളെ എത്രയിലാ പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അങ്കിൾ. ആയിഷി, ആ പപ്പ. നിന്നെ ഷെക്കിമ്മ വിളിക്കുന്നുണ്ട്. മോള് കുറച്ചേരം ഷെക്കിമ്മയുടെ കൂടെ ഇരിക്കും കേട്ടോ. ഓക്കെ പപ്പ. നിങ്ങളുടെ മോളാണോ? അതെ. അവർ ഇരുവരും കൺമണി ഒന്ന് നോക്കി. കൺമണി ആരവിന്റെ കൈ പിടിച്ചുകൊണ്ട്, ഞങ്ങളുടെ മോളാ. ആയുഷ് എൻ്റെ മോളാ. മേ ബി ഐ ഡിഡ്ന്റ് ക്യാരി ഹെർ, പക്ഷെ അവളെൻ്റെ മോള് തന്നെയാണ്. നിങ്ങൾക്കിതിൽ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? അവളത് നുണ പറഞ്ഞതല്ല, അതവളെ മനസ്സിൽ തട്ടി പറഞ്ഞത് തന്നെയാ. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് പ്രശ്നമാടാ? ഇതിനു മുന്നേ മാരീഡ് ആണോ? ആയിഷ ജനിച്ചപ്പോഴാ ആയിഷയുടെ അമ്മ മരിച്ചേ. സോറി. എത്ര നാൾ നിങ്ങളിപ്പോ റിലേഷൻഷിപ്പില്? 2 വർഷം. രണ്ട് വർഷം 6 മാസം. ആരവേ? അതെ അതെ. ആയുഷിക്കറിയോ നിങ്ങൾ രണ്ടാളും മാരേജ് ചെയ്യാൻ പോകുന്ന കാര്യം? മാരേജാ? അതിനെങ്ങനെ രണ്ടാളും ഇങ്ങനെ ഷോക്കാവുന്നേ? ഇല്ല ഏട്ടാ, അത് മെല്ലെ പറയാന്ന് വിചാരിച്ചിരിക്കുന്നേ. ആരോ നല്ല സൈലന്റ് ആണല്ലോ. ആ ഏട്ടാ, നമ്മുടെ ഫാമിലിയുടെ പക്ക ഓപ്പോസിറ്റാ. കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളൂ. കൺമണി, ഒന്നിങ്ങ് വന്നേ. ഇതാ വരുന്നു. മീരയും കൺമണിയും ശോഭമ്മയെ അടുക്കാൻ സഹായിച്ചു. അതെല്ലാം കഴിഞ്ഞ് കൺമണി കണ്ടത് ഇതാണ്. കൺമണിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, ആരെങ്ങനെ അവളുടെ ഫാമിലി പരിചയപ്പെടുത്തുമ്പോൾ അവൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ തിരിച്ചും. ഇത് കണ്ടപ്പോൾ അവളെ മനസ്സിന് വലിയൊരു ആശ്വാസമായി. വാ പിള്ളേരെ, ഭക്ഷണം കഴിക്കാം.
എനിക്കറിയോ പിള്ളേരെ, ഇവരെ സൗണ്ട് എപ്പോഴും ഉണ്ടാവും ഇവിടെ, ബഹളമാണ്. കാർത്തി മീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഫേവറേറ്റാ. അതൊക്കെ എത്രത്തോളം മിസ് ചെയ്യണ്ടെന്നറിയോ? നിന്റെ ഏട്ടന്റെ കാര്യം നിനക്കറിയോ? എന്റെ കണ്ണുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു. എനിക്കെന്റെ കണ്ണില്ലാതെ പറ്റില്ല എന്ന് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. ഏട്ടാ, ഏട്ടാ, പറയടാ. എന്നെ മിസ് ചെയ്തോ? ആടാ. ഒരു കുറച്ച് പോലും എന്നെ മിസ് ചെയ്തില്ല. എന്തായാലും ഇനിയൊരു 8 മാസം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇന്ന് ഈ വെള്ളം കുടിക്കേ. ആരും ഓക്കെ അല്ലേ? എന്തായിട്ട് തീ പെട്ടെന്ന്? ആടാ, ഡെലിവറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് പോവാന്നാ പ്ലാൻ ചെയ്തേക്കുന്നേ. അമ്മയ്ക്ക് എയറോഫോബിയ, അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. ഞാൻ ഫൈനൽ ഡേറ്റിന്റെ 10 days മുന്നേ വരാന്നാ പ്ലാൻ ചെയ്തിരുന്നേ. എന്തായാലും വന്നോളൊന്നായില്ലേ, നിന്റെ ബോയ് ഫ്രണ്ട് കാണാൻ പറ്റിയില്ലേ? അല്ലായിരുന്നേ. കൺമണി ശോഭമ്മയോട് പറയരുതെന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ആരെവിടെ സ്റ്റേ എവിടെയാ? ഇതേ അപ്പാർട്ട്മെന്റ് തന്നെയാ? ചേട്ടാ, ഈ അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ അടുത്ത ഫ്ലാറ്റിലാന്നോ? ഇന്നാ ഒരു ചപ്പാത്തിയും കൂടി കഴിക്കേ. വേണ്ട ശോഭമ്മേ, ഞങ്ങൾ ഓൾറെഡി കഴിച്ചതാ. എടി ഭയങ്കര, ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് ഡിന്നറൊന്ന്. അങ്ങനെയല്ല ശോഭമ്മേ, രണ്ടാൾക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അതാ വരുന്ന വഴി കുറച്ച് ഭക്ഷണം കഴിച്ചേ. ആ, ഇപ്പോഴേ സപ്പോർട്ടാണല്ലോ. പിന്നീട് അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ കുറച്ച് സമയം ചെലവിട്ടു. അമ്മയ്ക്കറിയോ ഈ കാര്യം? നീ പറഞ്ഞില്ലേ? പറയാം. അതവൾ ആയുഷെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് പറഞ്ഞത്. കാർത്തിക്കും മീരയ്ക്കും അവർ രണ്ടുപേരുടെ ബോണ്ട് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അവർക്കും ആയുഷി മോളെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. കാർത്തിക്കും മീരയ്ക്കും കൺമണിയോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. എങ്ങനെ കണ്ടു, എങ്ങനെ പരിചയപ്പെട്ടു എന്നല്ല. അക്കോർഡിംഗ് ടു മീര ആൻഡ് കാർത്തി, ആയുഷിയുടെ സ്കൂളിൽ വെച്ചാണ് ആരും കൺമണിയും കണ്ടതും പ്രണയത്തിലായതും. എന്നാ ശോഭമ്മേ, ഞങ്ങൾ ഇറങ്ങാം, നല്ല ക്ഷീണം. കൺമണി, നീ വരുന്നില്ലേ? ഞമ്മളൊക്കെ എടുത്തിട്ട് വരാം. കാർത്തി ഒന്ന് മീരയെ നോക്കി. അവൾ 2 കണ്ണും കണ്ണടച്ചു കാണിച്ചു. ശരി, നീ വേഗം വാ. കൺമണി ആയുഷയെ ആരവന്റെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. കൺമണി, ഇപ്പൊ എന്താ നടക്കുന്നേ? അന്ന് നീ എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ എന്താ? റിയലി സോറി അരവേ, സത്യമായിട്ട് ഐ ആം റിയലി സോറി. ഞാൻ ഏട്ടനായിട്ടത്തിന് ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഞാനന്ന് ഏട്ടൻ ചോദിച്ചപ്പോൾ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് ഇനി പെണ്ണാണെന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് വന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു പോയതാ.
ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? പ്ലീസ് ആരവേ, കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പൊക്കോട്ടെ. അത് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആയി എന്ന് പറയാം. അവരുള്ളപ്പോൾ തന്നെ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയണേ അവർ വിശ്വസിച്ചോളൂ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് എന്നെ ശല്യപ്പെടുത്താനും വരില്ല, വേറെ കല്യാണം നോക്കൂല. ഇത് പറ്റിക്കുന്ന പോലെയല്ലേ കൺമണി. നാളെ നിന്റെ ഏട്ടൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച ഞാൻ എന്ത് പറയും? അതേട്ടൻ അറിയില്ല. പ്ലീസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഇതേപോലെ ഒരു ചെക്കനെ കാണാൻ വേണ്ടി ഞാൻ ഓരോരുത്തർ മീറ്റിംഗ് എന്ന് പറഞ്ഞ് എന്തൊരു കഷ്ടമുള്ള കാര്യമാണെന്ന് അറിയും. പ്ലീസ് 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 ആരവേ, പ്ലീസ് 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 പ്ലീസ്. ശരി ശരി, നീ ഇത്രയും പറഞ്ഞോണ്ട് ഓക്കെ. താങ്ക് യു സോ മച്ച് ആരവേ. ഫ്രണ്ട്സ്. താങ്ക്സ് ആരവേ. അപ്പൊ ശരി, എന്നാ ബോയ് ഫ്രണ്ട്. ആ, നിങ്ങൾ ബോയ്, എന്റെ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്.